ഉപ്പുതറ പശുപ്പാറക്കവല 7-ാം നമ്പർ വാഗമൺ ലിങ്ക് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ലെന്ന് പരാതി. 3 മാസം മുൻപ് സാങ്കേതിക അനുമതി കിട്ടിയ ശേഷം 2 തവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായിട്ടില്ല. ഇതോടെ പാതയുടെ നവീകരണം അനന്തമായി നീളുകയാണ്. മുൻപ് പൂർത്തിയാക്കിയ പണികളുടെ ബില്ല് ട്രഷറിയിൽ നിന്നും 1 വർഷം കഴിഞ്ഞിട്ടും മാറിക്കിട്ടാത്തതാണ് കരാറുകാരുടെ നിസ്സഹകരണത്തിന് കാരണം. ഇതോടെ പശുപ്പാറ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 3 മാസം മുൻപ് സാങ്കേതിക അനുമതി കിട്ടിയ ശേഷം 2 തവണ ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഫലമുണ്ടായില്ല. ട്രഷറി നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ നിർമ്മാണം ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും കരാറുകാർ തയ്യാറാകില്ലെന്ന് അധികൃതർക്കും അറിയാം. എന്നാൽ 3ാമതും ടെൻഡർ ക്ഷണിക്കാനാണ് അധികൃതരുടെ തീരുമാനം. 2019-20 റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മുൻ MLA ES ബിജിമോളാണ് 3 കോടി രൂപ അനുവദിച്ചത്. 6 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ്. എന്നാൽ റീബിൽഡ് കേരളയിലുള്ള റോഡുകൾക്ക് 8 മീറ്റർ വീതി നിർബന്ധമാക്കി സർക്കാർ ഉത്തരവുണ്ടായി. തുടർന്ന് 2 തവണ എസ്റ്റിമേറ്റും മണ്ണ് പരിശോധനയും ആവർത്തിച്ച് തയ്യാറാക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം സാങ്കേതിക അനുമതി കിട്ടുന്നതിന് തടസ്സം നേരിട്ടു. തുടർന്ന് 3 മാസം മുൻപ് തടസ്സം നീക്കി സാങ്കേതിക അനുമതി നേടി. എന്നാൽ ഇപ്പോൾ കരാർ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാതെ വന്നിരിക്കുകയാണ്. കാറ്റാടിക്കവല പശുപ്പാറ റോഡ് വളരെ കാലമായെന്ന് പറഞ്ഞാൽ ഓർമ്മയില്ലെന്ന് പറയുകയാണെങ്കിൽ ഏതാണ്ട് 98 വർഷത്തോളം പഴക്കമുണ്ട് ഈ റോഡിന്. ഈ റോഡ് എസ്റ്റേറ്റുകാരെ പഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൻ്റനൻസ് പോലും പണി പോലും നടക്കാതെ യാത്രാ ക്ലേശം അനുഭവിക്കുകയാണ്. ഇവിടെ ഒട്ടനവധി ജനങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. പോക്കുവരത്ത് വഴി രാജ്യവുമായിട്ട് ചെറിയ പരിഗണനയിൽ ചില ബസ്സുകളുണ്ട്. ചില ബസ്സുകൾ കയറി വരും, ചിലത് ഈ റോഡിൻ്റെ സ്വാധീനാവസ്ഥയിൽ വരുന്നില്ല. 2 പ്രാവശ്യം ഈ റോഡ് ടെൻഡർ ചെയ്തു, എടുക്കാൻ ആളുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും ടെൻഡർ ചെയ്യുമെന്നാണ് അറിവ്. അറിഞ്ഞാലും ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എടുക്കാൻ കണ്ടക്ടർമാരും മുന്നോട്ട് വരും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ശോചനീയാവസ്ഥയ്ക്ക് ഈ നാടിനെ രക്ഷിക്കുവാൻ വേണ്ടി പരിഹാരത്തിനായി എന്തെങ്കിലും പരിപാടികൾ ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്ത് പ്രവർത്തിച്ച് ഈ ജനങ്ങളുടെ പ്രോത്സാഹനം കൂടി ഉണ്ടായി ഈ റോഡ് പൂർത്തീകരിക്കുവാൻ വേണ്ടുന്ന സത്വര നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുന്നു. തോട്ടം കാർഷിക മേഖലയിലെ 100 കണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്ന റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ഇതുവഴി ഉണ്ടായിരുന്ന ബസ്സുകളെല്ലാം വർഷങ്ങൾക്ക് മുൻപേ സർവീസ് അവസാനിപ്പിച്ചു. നിലവിൽ ചെറിയ വാഹനങ്ങൾ പോലും കടന്നുപോകാൻ സാധിക്കാത്ത വിധമാണ് റോഡിന്റെ സ്ഥിതി. റോഡിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പൗരസമിതി ഭാരവാഹികൾ.